കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ എയ്ഡഡ് സ്കൂളിൽ ചേരാനെത്തിയ ദർസിലേത് ഉൾപ്പെടെയുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചു എന്ന പരാതി. ഡോക്ടർ CT ഈപ്പൻ മെമ്മോറിയൽ RHSലെ പ്രധാന അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. വെള്ളവസ്ത്രവും തലപ്പാവും ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ ആകില്ലെന്ന് ഹെഡ്മിസ്ട്രസ് പറഞ്ഞെന്നാണ് ആരോപണം. പരാതി കിട്ടിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. സ്കൂളിലെ വിവിധ ക്ലാസുകളിൽ പ്രവേശനത്തിനെത്തിയ കുട്ടികൾക്കാണ് പ്രധാനാധ്യാപിക അഡ്മിഷൻ നിഷേധിച്ചത്. മതത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നാണ് പരാതി. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ളവസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രധാനാധ്യാപക ബെസി ജോർജ് അപമാനിച്ചുവെന്ന് PTA ഭാരവാഹികളും പറയുന്നു. 4 കുട്ടികൾ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ മുസ്ലിം കുട്ടികളുള്ളത്. ഇപ്പം ആ കുട്ടികൾ ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഇരിക്കാൻ പേടിയാ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു രക്ഷകർത്താവ് അവരെ കുട്ടികളെ താല്പര്യപ്പെടത്തില്ലല്ലോ. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരേ ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ദർസിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ സ്കൂളിലെത്തിയത്. ഞാൻ പറഞ്ഞ നല്ല സ്കൂളാന്നുള്ള അഭിപ്രായത്തിൽ അവർ വന്നേ. പക്ഷേ ഇവിടുത്തെ പ്രിൻസിപ്പൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തില്ല. മുകളിൽ പോയി പരാതിപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. പ്രധാന അധ്യാപികയുടെ ഭാഗത്തു നിന്ന് മുൻപും സമാന പെരുമാറ്റമുണ്ടായതായി മറ്റധ്യാപകർക്കും പരാതിയുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. പർട്ടിക്കുലറായ ഒരു പരാതി കിട്ടിയാൽ പരിശോധിക്കാം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവകാശമാണ്. അങ്ങനെ ഒരു അവകാശം നിഷേധിക്കാൻ പാടില്ല. വിഷയം മാനേജ്മെന്റിൽ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കൊട്ടാരക്കര DOയ്ക്ക് പരാതി നൽകി. വിദ്യാർത്ഥികൾ മറ്റു പലയിടത്തും അഡ്മിഷൻ എടുത്തു. ഇതോടെ പാർട്ട് ടൈം അധ്യാപികയ്ക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, Media One.